നമസ്കാരം. ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് നിന്ന് മാവൂർ വഴി അരീക്കോട്ടേക്ക് പോകുന്ന പുളിമാട് നമ്മുടെ എടവഴിക്കടവ് പാലം കഴിഞ്ഞ ഉടനെയുള്ള കട്ടയാട്ട് പുതുക്കുടി പറമ്പിലാണ്. ശ്രീമാൻ KPU അലിയുടെ വീട്ടിലേക്കുള്ള കവാടത്തിന്റെ മുറ്റത്താണത്. നമുക്ക് ഇവിടുത്തെ അതിർപ്പങ്ങൾ കാണാം. നമ്മളെല്ലാവരും ഇപ്പോ ഈ കടുത്ത വേനലിൽ അത്യുഷ്ടത്തെ ഇങ്ങനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ചൂട്, സഹിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു 5-8 വർഷമായിട്ട് എത്രയും ശക്തമായി ചൂട് വരുന്നത് പല കാരണങ്ങളുണ്ടെങ്കിലും ഉള്ള അത്രയും മണ്ണ്, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങയും മണ്ണുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ള മണ്ണിനെ നമുക്ക് എങ്ങനെ ഹരിതാപമാക്കാം, അതിനുള്ളൊരു മാതൃകയാണ് സത്യത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തകനും ഇപ്പോൾ പ്രധാനമായും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ശ്രീ KPU അലി. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്താണ് നമ്മളുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ പച്ചപ്പ് പുതച്ച ഒരു വീട്ടുമുറ്റം അല്ലെങ്കിൽ ഒരു ഗൃഹാങ്കണം എങ്ങനെ ഒരുക്കാനുള്ള ഒരു വളരെ സ്വാഭാവികമായ ചോദ്യമാണ്. ഇവിടെ നിറയെ മാവുണ്ട്, മുറ്റത്ത് നിറച്ച് മാങ്ങ വീണ് കിടക്കുകയാണ്, വളരെ വർണ്ണവൈവിധ്യമുള്ള പൂക്കളുണ്ട്, ചെടികളുണ്ട്, കിളികളുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് മെയിൻ റോഡാണെങ്കിൽ പോലും അങ്ങനെ ഒരുക്കാൻ നിങ്ങളെ മനസ്സ് അല്ലെ ഇതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ ജനിച്ചത് ശരിക്കും ഒരു കർഷക കുടുംബത്തിൽ, ഒരു വല്ലാതെ കൃഷിയെ സ്നേഹിക്കുന്ന, കൃഷി കൊണ്ട് ജീവിച്ച ഒരു കുടുംബത്തിലാണ്. എൻ്റെ ബാപ്പ വലിയ മരക്കച്ചവടക്കാരനൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹം ആ കച്ചവടത്തിൻ്റെ കൂടെ തന്നെ കൃഷിയെ കൊണ്ടുപോയി. പാപ്പ ഉണ്ടായിരുന്ന കാലത്ത് അധിക ദിവസവും രാവിലെ സ്വന്തം വയലിൽ പോകും, സ്വന്തം വയലിൽ വെള്ളം അങ്ങോട്ട് തിരിച്ചിടും, ഇങ്ങോട്ട് തിരിച്ചിടും. പിന്നീട് രോഗിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് രാവിലെ വയലിൽ പോകാതിരുന്നാൽ എന്തോ ഒരു അസ്വസ്ഥത. പിന്നെ മുറ്റം നിറയെ കറ്റ, സീസണായിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത്, പിന്നെ വീട്ടിലെ പച്ചക്കറികൾ ഉപയോഗിച്ച് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരവസ്ഥയിൽ ഇന്ന് നമ്മൾ വളർന്നു വന്നത്. പിന്നെ എൻ്റെ അമ്മ ഏറ്റവും അധികം ഒരു പക്ഷേ എന്നെ മർദ്ദിച്ചിട്ടുണ്ടായ ഏക പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി, എന്നല്ല ഞങ്ങളെല്ലാവരും അന്ന് മുറ്റം നിറയെ കറ്റുണ്ടാവും. അപ്പോൾ ഈ മുറ്റം ഈ ചാണകമിട്ടിട്ട് ഇങ്ങനെ തളിച്ച് അതിലാണ് കൊയ്ത്ത് നടക്കുക. അപ്പോൾ ഉമ്മക്കൊരു റൂളുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരിക്കലും തന്നെ ചെരുപ്പിട്ടിട്ട് മുറ്റത്തേക്ക് സീസണിൽ, ഈ നെല്ലുള്ള സീസണിൽ പുറത്തേക്ക് കയറാൻ പാടില്ല. അങ്ങനെ നമ്മൾ ആരെങ്കിലും അബദ്ധത്തിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെറിയൊരു ചുള്ളനെ പടിയുണ്ട്, അതിനോട് അടി കിട്ടും, അന്നത്തെ ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ട്. അത് അവിടെ നിന്നാണ് നമ്മുടെ ഒരു ജീവിതം തുടങ്ങുന്നത്, നമ്മൾ ഇങ്ങനെ വളർന്നത്. പിന്നെ ഫാദർ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ 3-ാം തരം 4-ാം തരത്തിൽ പഠിക്കുന്ന സമയത്ത് മാങ്കാവ് ഭാഗത്തേക്ക് ഉപ്പൻ്റെ മരക്കച്ചവടത്തിൽ അവിടുന്ന് ഈ നല്ല മനോഹരമായിട്ടുള്ള പട്ടിക കൊണ്ടുവന്നിട്ട് നിരനിരയായിട്ട് അടിച്ചിട്ട് പ്രത്യേകമായിട്ടൊരു ഏരിയ ഉണ്ടാക്കി അവിടെ ഗാർഡനിങ്. അന്നത്തെ കാലത്ത് 10-60-65 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ഗാർഡനിങ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. പിന്നെ എന്തോ അറിഞ്ഞില്ല, നമ്മളെ കൂടെ ഇങ്ങനെ ഈ കൃഷിയും അതേപ്രകാരം പൂക്കളും ചെടികളും ഒക്കെ നമ്മളെ കൂടെ ഇങ്ങനെ, അത് പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലയിടത്തും നമ്മൾ പല വീട്ടിലും നമ്മൾ ചെടികളും മരങ്ങളും ഒക്കെ കാണുന്നുണ്ടെങ്കിലും വളരെ വൈവിധ്യങ്ങളും ഉണ്ട് എന്നുള്ള അവിടുത്തെ പ്രത്യേകത. ഇതിപ്പോൾ കള്ളിമുൾ ചെടിയാണല്ലോ, അതിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്, ഇവിടെ പല ഡിസൈനുണ്ട്. അപ്പോൾ ഇത് മുറ്റത്താണ്. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലാണെങ്കിൽ മുറ്റത്ത് ചിലപ്പോൾ ഭാര്യമാര് സമ്മതിച്ചോളുന്നില്ല, അത് പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള രൂപത്തിലേക്ക് ഈ വൈവിധ്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ശേഖരിക്കുന്നത്? അത് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയല്ലേ, നമ്മുടെ ബിസിനസ് കാര്യത്തിന് സഞ്ചരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മളെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോകും. അവിടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്പെടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിക്കൽ ഇതുപോലുള്ള സംഗതിയിലേക്കാണ്. പലരും പോകലും അവിടുത്തെ മറ്റ് ആഡംബരങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവിടെ ചെടികൾ കാണുമ്പോഴും മുള്ളുകൾ കാണുമ്പോഴൊക്കെ എനിക്ക് എന്തോ അറിഞ്ഞില്ല, അതിനോടൊരു താല്പര്യം. ഞാൻ അവിടെ എടുത്ത് കാറിൽ വെക്കും, അല്ലെങ്കിൽ കീശേരി വരെ ഞാൻ ചെടികൾ കൊണ്ടുവരാറുണ്ട്. വിത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിട്ട് അപ്പം കീശയിലിടും, 4 കടലാസിൽ ഇട്ടിട്ട് കീശേരി. അപ്പൊ കൊണ്ടുവന്ന് ഇതെല്ലാം പിന്നെ
ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പണിക്കാരനെ പോലും ഞാൻ വെക്കാറില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ നനക്കും, ഇതിനൊക്കെ വളം ചെയ്യുന്നതൊക്കെ. ശരിക്ക് ഇതുകൊണ്ട് എൻ്റെ സ്കിന്നിൻ്റെ എനിക്ക് എൻ്റെ കൈക്കൊരു ചെറിയൊരു അലർജി ഉണ്ട്. എന്നെ ഇത് കാണിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും എന്നോട് പറയുന്നത് നിങ്ങൾ മണ്ണുമായിട്ടുള്ള കളിക്കൽ നിർത്തണം, ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്നാണ്. അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും. ഇപ്പം ആ ഡോക്ടർ ആര്യ ജെയിംസിൻ്റെ ട്രീറ്റ്മെൻറ്റില്ല, അവരും പറയുന്നത് വെച്ചാൽ മണ്ണാണ് നിങ്ങളുടെ അലർജി, നിങ്ങളത് തുടരണം എങ്കിലും നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഗ്ലൗസ് അറിയില്ല, നമ്മളറിയാതെ ഒരു ചെടിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇത് ഗ്ലൗസ് എവിടെ നിന്ന് തരാൻ നിൽക്കില്ല, നമ്മൾ അതിനെ പരിപാലിച്ച് പോകും. അതാണ് ഇതിൻ്റെ ഒരു പാശ്ചാത്യം. എവിടെ നിന്നാണോ കിട്ടുന്നത് അതൊക്കെ ഞാൻ വർദ്ധിക്കൊള്ളൂ, അവിടെ വെച്ചിട്ട് ഇവിടെ അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത്. നമ്മളിപ്പോൾ മകന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചാലിയാറിന്റെ തീരത്തേക്ക് ഒരു പുതിയ വീടുണ്ടാക്കുന്നുണ്ട്. ആ വീട്ടിൽ നമ്മൾ ആദ്യം കുഴിച്ചിട്ട് ഞാൻ അവിടെ ഏകദേശം 65 ഫ്രൂട്ട്സിന് തൈകൾ നട്ടിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ. ഇപ്പോൾ ചാലിയാറിലേക്ക് പിന്നെയാണ് അതിൻ്റെ ആ പിന്നെ വീടിൻ്റെ മുഖമുള്ള 5 ബെഡ്റൂമുണ്ട്. 5 ബെഡ്റൂമും നദിയിലേക്കാണ്, ചാലിയാർ നദിയിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. നമ്മളെ പ്രയവഹാളും എല്ലാം നദിയിലേക്കാണ്. മാവുകളും പ്ലാവും ഒക്കെ തമ്മിൽ ഇങ്ങനെ ഉമ്മ വെച്ച് ചേർന്ന് ഉണർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല ചുടുകാലത്തും മുറ്റമൊക്കെ നല്ല തണുപ്പാണ്. അപ്പോ എങ്ങനെയാണ്, എന്തൊക്കെ തരം മാവുകളാണ് അലിക്ക് അവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോ നമ്മുടെ സിന്ദൂരുണ്ട്, പിന്നെ അവിടെ കാണുന്ന ആ മാവ് എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. എന്നോട് പലരും ചോദിക്കുക അതെന്താണ് ആ മാവിന്റെ പേര്. ആ മാവ് എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും ബഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ അയാളത് അന്ന് വെച്ച് പോയ സമയത്ത് അന്ന് വൈകുന്നേരമാണ് സങ്കടകരമായ എൻ്റെ ഉമ്മയുടെ മരണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മയുടെ പേര് ആമിന എന്നായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും ആ മാങ്ക് എന്താണെന്ന് വെച്ചാൽ ആമിന മാങ്കോ ആണ് എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ആ മാങ്ങയുടെ പേരെനിക്കറിയില്ല. പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന നാടൻ മാവ് വരെ ഇവിടെയുണ്ട്. പടുവാങ്ങാന്ന് പറയുന്ന മാവ് വരെ നാടൻ മാങ്ങ എല്ലാം ഏകദേശം എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ പറയുന്ന തണുപ്പാണ് നമ്മുടെ ഇഷ്ടം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ രാത്രിയൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന, എനിക്ക് മാത്രമല്ല അവിടെ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. കല്യാണത്തിന്റെ ഷൂട്ടിന്, കല്യാണ സംബന്ധമായിട്ടുള്ള ഷൂട്ടിങ്ങിന് വരും, മറ്റുള്ള കാര്യങ്ങൾക്ക് വരും, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരും. പിന്നെ നമ്മൾക്ക് എൻ്റെ 2 മക്കൾ പുറത്താണ്, 2 മക്കളും പേരക്കുട്ടിയും പുറത്താണ്. ഇവിടെയുള്ളത് ഞങ്ങൾ 3 പേര് എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ എല്ലാവരുടേതുമാണിത്. ഞാൻ എപ്പോഴും പറയാനുണ്ടെങ്കിൽ ആർക്ക് എവിടെ നിന്ന് എപ്പോഴും വേണമെങ്കിലും ഇവിടെയുള്ള കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കഴിക്കാം എന്ന് പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഈ മാവും പ്ലാവും ഒക്കെ ഉണ്ട്. ഈ മാവും പ്ലാവും പിന്നെ മറ്റേ പപ്പായൊക്കെ അടുത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ ഇതിനടിയിലൂടെയും ഈ വേരുകൾ തമ്മിൽ അടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ മനുഷ്യരുടെ ഇന്നത്തെ അടിയിലൂടെയുള്ള അടുപ്പമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി. മുകളിലുള്ള അടുപ്പത്തിൽ ഉപരിയായിട്ട് നമ്മൾ അടിയിലൂടെയുള്ള അടുപ്പം, വേരുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞ് അകന്നകന്ന് പോകുന്നതാണ് നമ്മൾ. പിന്നെ അവിടെയൊക്കെ നമ്മളെ ഒരു എന്തെങ്കിലും ഒരു അണുമണിത്തൂക്കം, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നിൽക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥനയുള്ളൂ. ചക്ക എനിക്ക് തോന്നുന്നത് വിവിധ സീസണിലാണ് ചക്ക തോന്നുന്നു അല്ലേ? നാടൻ ചക്ക അല്ലത്, വിയറ്റ്നാം മാപ്പിൾ. ഇതിപ്പോ ഏകദേശം എത്ര വർഷം ഉണ്ടാവും? ഇത് 2-2.5 വർഷമൊക്കെ നമ്മുടെ നാട്ടിലിപ്പോ ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ചക്ക പ്ലാവിനെ പറ്റി പറയുമ്പം നമ്മുടെ ജോർജ് കുളങ്ങര, സന്തോഷ് ജോർജ് അല്ലെ, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അച്ഛൻ, അദ്ദേഹം ഒരു ഈ ക്യാമ്പയിൻ ഇപ്പൊ നടത്തുന്നത്. കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചക്കകളും പ്ലാവിനെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വലിയ ക്യാമ്പയിൻ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിനാണെന്നാൽ നിങ്ങൾ അധ്യാപകൻ എന്നുള്ള നിലക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ലാബർ ഇന്ത്യക്ക് അദ്ദേഹത്തിനാണ്. ലാബർ ഇന്ത്യ പബ്ലിക്കേഷൻസിന്റെയും അതുപോലെ ലാബർ ഇന്ത്യ സ്കൂളിന്റെ ഉടമയാണ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിന്റെ മകനാണ് സന്തോഷ് കുളങ്ങര. അദ്ദേഹം എനിക്ക് തന്നതാണ്. കോട്ടയത്ത് നിന്ന് ഞാൻ അവിടുന്ന് കയറിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ
ഓരോ ചക്കയുടെ കള നിന്നുമ്പോഴും ഞാൻ ആ ഫാമിലിനെ കുളങ്ങര ഫാമിലിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഈ കൊല്ലം ഇപ്പൊ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ ചക്ക ഉണ്ടാവും. സീസൺ വിവിധ സീസൺ ഉണ്ടാവും. എല്ലാ സീസണിലും ഉണ്ട്. ഇപ്പൊ അതിവർഷം ഉണ്ടാകുന്ന സമയത്ത് കഠിനമായ മഴ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ കൊത്തൻ ചക്ക എന്ന് പറയുന്നത് നമ്മളെ പഴുത്ത ചക്ക വെക്കുന്നതോടൊപ്പം തന്നെ കൊത്തൻ ചക്കയും വെക്കാനും അതിലേക്ക് ഇപ്പോൾ പറിക്കാനായല്ലോ അവർക്ക് ഉണ്ടായിക്കൊണ്ടേ. പേരൊക്കെ വീണെടുക്കണ്ടല്ലേ? പേരൊക്കെ ഇഷ്ടമാതിരി ഉണ്ടാവും. പിന്നെ അത് മുകളിൽ നിന്ന് തന്നെ ധാരാളം പക്ഷികളും പപ്പായ പറിക്കാം. പപ്പായ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. യാതൊരു മായവുമില്ലാത്ത പ്രകൃതിജന്യമായിട്ടുള്ള പപ്പായ നമുക്ക് രാവിലത്തെ ഇത് മതി 2-3 പ്രഭാത ഭക്ഷണത്തിന്. അതിന് നിങ്ങൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഈ പറമ്പിലേക്ക് ഇന്ന് വരെ ഞാനൊരു രാസവളവും ഇംഗ്ലീഷ് കീടനാശിനികളും ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കുറേ പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. കാരണം ജന്തുക്കൾ ഈ ഇഴജന്തുക്കൾ മറ്റേതൊക്കെ കൂടും, മണ്ണിര അതുപോലുള്ളത്. കാരണം അവരുടെ ഭൂമിയാണല്ലത്. അപ്പോൾ ഇവിടെ എപ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു സ്ഥലത്തും ഇര കിട്ടാത്ത സമയത്ത് നമ്മൾ ചുണ്ടിൽ വെക്കാൻ പോകണമെങ്കിൽ ഇവിടെ ഒന്ന് നനച്ചു കൊടുത്താൽ കിട്ടിയെന്ന് ഇരയെ കിട്ടും. ഇവിടെ ഒരുപാട് ജന്തുക്കളുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് എന്താ വെച്ചാൽ പാമ്പ് ഇങ്ങോട്ട് വരാറില്ല. ഇന്ന് വരെ ഞാനൊരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. അത് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. ചിലവർ പറയും കൃഷ്ണതുളസി നിറയുണ്ട് ഇവിടെ അതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ ശാസ്ത്രം അതിന് അംഗീകരിക്കുന്നില്ല. അങ്ങനെ തുളസിക്കൊന്നും സ്മെല്ലില്ലാത്ത ജീവനെ തടയാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഇന്ന് വരെ ഞാനൊരു പാമ്പിനെ ഈ 45 കൊല്ലത്തിനിടയിൽ ഇന്ന് വരെ കണ്ടു. ഇതാണോ ചതുരപ്പുളിയാണോ? സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നല്ല ജ്യൂസ് അടിക്കാൻ പറ്റിയിട്ടുള്ള കാൽസ്യം റിച്ചാണ്. അച്ചാറുണ്ടാക്കാം. പച്ചയാകുന്ന സമയത്ത് അച്ചാറുണ്ടാക്കാം. പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ജ്യൂസ് അടിക്കാം. ഈ റംസാൻ സമയത്തൊക്കെ വൈകുന്നേരം സമയത്ത് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ജ്യൂസ് വളർന്നാണ്. ഇത് ക്ലോസിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്റ്റാറായി. അതുകൊണ്ടാണ് അതിന് സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എനിക്കൊരു മാങ്ങ നിറയെ മാങ്ങ ഒരു മാങ്ങ കടിച്ചു കൊടുക്കണ്ടേ കേട്ടോ. അത് നമ്മളെ അമ്പായങ്ങ. അതും ഈ പറഞ്ഞ മാതിരി നമ്മളെ ഈ കട്ട്മാങ്ങ അച്ചാറിടുന്ന മാതിരി അമ്പായങ്ങ ഇട്ടാൽ വളരെ ടേസ്റ്റി അച്ചാറാണ്. നന്നായിട്ട് എടുക്കും, വർഷങ്ങളോളം. അതോടൊപ്പം തന്നെ അത് പഴുത്താൻ ഉപയോഗിക്കാം. പിന്നെ ഉപ്പിലിട്ടിട്ട് നമ്മളിപ്പോൾ ഈ ബീച്ചിലൊക്കെ വളരെ വില കൊടുത്ത് പിന്നെ വാങ്ങുന്ന ഒരു അച്ചാർ അതിന് ഉപ്പിലിട്ടതാണത് അമ്പായങ്ങ അച്ചാർ. ഇത് ഒരേ സമയം കാണാൻ ഭംഗിയുണ്ട്, കൗതുകമുണ്ട്, വളരെ മനോഹരമാണ്, നല്ല തണലുമാണിത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതാണ് മാഷ ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമുക്കിപ്പോൾ പിന്നെ പഴുത്തതുണ്ടാകും. അങ്ങേപ്പുറത്തൊക്കെ പഴുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ജ്യൂസായിട്ട് അടിക്കാം. കളർ മാറി വരുന്നതാണ് പഴുത്തത്. ഇതേ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ ക്ലോസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതൊരു സ്റ്റാറായിട്ട് മാറും. അതുകൊണ്ടായിരിക്കാം ഇതിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. ജസ്റ്റ് ഇങ്ങനെ പീസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അച്ചാറൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറുകളുടെ ഒരു അച്ചാറായിട്ട് പറ്റി പിന്നെ സ്ഥലം തന്നെ സ്പേസ് എടുത്തിട്ട് നമ്മൾ വിളമ്പുകയാണെങ്കിൽ നല്ല രസമുണ്ടാകും സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറുകൾ വിളമ്പി വെക്കാൻ. കാലത്തൊക്കെ പലരും ഇവിടുന്ന് സന്ധ്യാസമയത്തുള്ള അവരുടെ ജ്യൂസിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും. പലരും പറിച്ചു കൊണ്ടുപോകാറുണ്ട്, പലർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും പ്രവേശിക്കാം. ഇവിടെ ഉള്ളത് എന്താണോ ആ സീസണിലുള്ളത് വെച്ചാൽ അത് എടുക്കാം, കൊണ്ടുപോകാം. ഞാൻ ഇവിടുത്തെ അംഗീകൃത നിയമം. കാരണം ഞാൻ ആകെ 2-3 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ പിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ജീവിതത്തിൽ ഇന്ന് വരെ വിറ്റിട്ടില്ല. അത് അടക്കയും തേങ്ങയും വിൽക്കും, അല്ലാത്തൊരു സംഗതി ഞാൻ ചെയ്യാറില്ല. പിന്നെ തേങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിൽക്കാനുണ്ടാവില്ല. കാരണം എൻ്റെ ഫാമിലി
പെങ്ങന്മാര് കുട്ടികൾക്കൊക്കെ ഉള്ള വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ഉണ്ടാവും. അടക്ക പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തല്ല. ഇപ്പൊ കുരുമുളക് ഇതിലൂടെയൊക്കെ കണ്ടില്ല നിങ്ങൾ, കുരുമുളക് നമ്മളെ ഫാമിലിക്ക് ആവശ്യമുള്ള, ഫാമിലി എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല, സുഹൃത്തുക്കൾ. സുഹൃത്തുക്കള്, അതേ പ്രകാരം പിന്നെ മരുമക്കള്, പെങ്ങന്മാര്, അവർക്കൊക്കെ കൊടുക്കും. കുരുമുളക് അപ്പൊ നമ്മളെ പിന്നെ പുതിയ തലമുറ വലിയ പണമൊക്കെ കൊടുത്ത് പോരണ്ടാക്കുന്നുണ്ട്. ആദ്യം ചെയ്യുന്നത് പിന്നെ ഭൂമി ഒരുക്കുക എന്നുള്ള. ഭൂമി ഒരുക്കുക എന്ന് പറഞ്ഞാൽ 10 സെന്റോ 20 സെന്റോ ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവിടെയുള്ള എല്ലാം അടക്കം അടിവേരോടെ മാന്തി പറിച്ചതിന് ശേഷം പുരപ്പണി തുടങ്ങും. ചില നിർമ്മാണത്തിനൊക്കെ ആവശ്യമായിരിക്കാം. അപ്പൊ സത്യത്തിൽ നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ഈ കെട്ടിടം മാത്രമാണോ, അല്ലെങ്കിൽ കെട്ടിടത്തിനുള്ളിൽ ആള് പാർക്കലാണോ? അതല്ല, നമ്മുടെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്കതിന് പുറത്തുകൂടി നമുക്ക് സമാധാന സന്തോഷമൊക്കെ നൽകുന്നതായിരിക്കണം, കൃത്രിമമായിട്ടല്ലാതെ പ്രകൃതിപരമായി. അപ്പൊ അതിന് ഞാനടക്കല്ലേ ഈ തലമുറയോട് നിങ്ങൾക്ക് നൽകാവുന്ന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, ഉപദേശം ഒന്നും ഞാൻ പറയുന്നില്ല, ഉപദേശം ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട, ആരും കേൾക്കൂല. ഒരു നിർദ്ദേശം അല്ലെ ഒരു സജഷൻ അല്ലെ ഒരു അഭിപ്രായം എന്താ നിങ്ങൾക്ക്? അതെ, എനിക്കതിന് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞതിന്റെ അനുബന്ധമായിട്ടാ പറയുന്നത്. ഞാൻ നിർദ്ദേശിക്കാനും ഉപദേശിക്കാനും ഒന്നും ആളല്ല. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്നുള്ള വലിയ അഭിപ്രായം നമ്മൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾക്ക് പിന്നെ കുറച്ചുകൂടി ജീവിച്ച് കാണിച്ചു കൊടുത്താൽ കുറച്ചും കൂടി വലുതാണ്. ഇതിന് നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് ചെടികൾ ഉണ്ടാക്കുന്ന, ആർക്കോ വേണ്ടിയിട്ട് പഴങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മളെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഈ നമ്മളെ ഈ പിന്നെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അരുവിയുടെ വക്കത്തിരിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് തീരത്തിരിക്കുന്ന മാതിരിയുള്ളൊരു സ്വയം ഒരു സാന്ത്വനത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതൊരു അനുഭൂതിയാണ്. അത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്നുവെച്ചാൽ അത് സ്വയം അനുഭവിച്ച് തന്നെ ആസ്വദിച്ച് തന്നെ തീർക്കേണ്ട ഒരു വിഷയമാണ്. ചില വീട്ടുമുറ്റത്തെ അങ്ങനെ നല്ലതാണ്. പിന്നെ ചിലര് ഇപ്പോ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ മണലാരണ്യത്തിൽ വളരുന്ന നമ്മുടെ ഈത്തപ്പഴത്തിന്റെ മരമൊക്കെ നടന്ന് കാണാം. പലയിടത്തും കൂടെ അപൂർവമായി കായ്ക്കുന്നുള്ളൂ. സത്യത്തില് അതിനേക്കാൾ മനോഹരം ശരിക്കും നമ്മുടെ പഴയ നമ്മുടെ ഈന്ത് പോലുള്ള സംഗതികൾ നമുക്ക് ഒരു പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാം ഭംഗിയുമാണ്. ഇഷ്ടം പോലെ നൂറ്റാണ്ടുകൾ, 3 നൂറ്റാണ്ടിലധികം നിൽക്കും ചെയ്യുന്ന പറയുന്നത്. നമ്മളിപ്പോ നമ്മുടെ നാട്ടില് നമ്മള് പിന്നെ ഉള്ള മരങ്ങള്, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആയുഷുള്ള വൃക്ഷമാണ് ഇത്. ഇത് മാത്രമല്ല, ഇത് ഭയങ്കരമായ കോട്ടയം കുളിച്ചാൽ ഒരു ഈന്ത് മരം നിങ്ങൾക്ക് ഒരു കുടുംബത്തിന് ആരോഗ്യപൂർണമായിട്ട് ഒരു ജീവിതം തരുന്നതാണ്. ആരും അതിന്റെ കൗരവം വേണ്ടത്ര നഴ്സറികളിലും ലഭ്യമെല്ലാം തോന്നുന്നു. ഈന്ത് നമ്മുടെ നഴ്സറികളിലും അങ്ങനെ എല്ലാം തോന്നുന്നില്ലേ? ചില അപൂർവമായിട്ട് ഇത് കൈകളിപ്പോൾ ഇവിടെ കാണാം. നമുക്ക് ഈന്ത് വേണമെങ്കിൽ അങ്ങേപ്പുറത്തുണ്ട്. എനിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം എടുത്തു. അതിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള മരങ്ങളുണ്ട് അവർക്ക്. പക്ഷെ ഞാൻ നിലനിർത്തിയിട്ടുള്ള 5 ഈന്തിൻ്റെ മരങ്ങളുണ്ട്. ആ ഈന്തിൻ്റെ മരങ്ങൾ ഞാൻ എല്ലാം ഡ്രസ് ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടാണ് വെച്ചിട്ട് നമുക്കൊരു കൊല്ലത്തേക്ക് ആവശ്യമായിട്ട് ഈന്ത് നമുക്ക് നമ്മളെ ഫാമിലിക്കും നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ള ഈന്ത് നമുക്കാവും. അതേ പ്രകാരം പറങ്കിമാവ്, നാടൻ മാവ്, അതൊന്നും ഞാൻ കട്ട് ചെയ്തില്ല. അതൊക്കെ അവിടെ ബാക്കി പറങ്കിയാകപ്പോ ഞാൻ കുറെ കൊല്ലത്തിന് ശേഷം ഇപ്പൊ 2-3 പറങ്കിയാകാം ഇപ്പൊ തിരുവമ്പാടിയില്ല ഒരു ഷോപ്പ് ഒരു പറമ്പ് ഇതേപോലെ കഴിച്ചു. അപ്പൊ കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ട് സങ്കടകരമായിട്ടുള്ള അവസ്ഥ. നമ്മളെ ഈ പുതിയ സ്റ്റാർട്ടപ്പുകളും മറ്റേ നമ്മുടെ കുട്ടികൾ ഈ പറങ്കിമാവ് കേരളത്തിൽ 10,000-കണക്കിന് തന്നെ പറങ്കിമാവ് ഒരു സീസണിൽ പോയി പോകുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഗോവയിൽ ഇതിൽ നിന്നും ലിക്കറൊക്കെ ഉണ്ടാക്കുന്ന ചില പരിപാടി, പക്ഷെ കേരളത്തിൽ അത് വേണ്ടത്ര പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കേരളത്തിലെ പറങ്കിമാവുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ നമുക്ക് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ചക്കയിലിപ്പം നല്ല ചില മാറ്റങ്ങൾ വന്നു. അതിന് കുറെ സൊസൈറ്റികളും അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജോർജ് കുളങ്ങര അതിന് വലിയ സംഭാവനകൾ നൽകുന്നു. അദ്ദേഹം അതിന്റെ പ്ലാന്റുകൾ ആരംഭിച്ചു. അതേപ്രകാരം പലതും നമുക്ക് പപ്പായ ഒന്ന് മുറിച്ചാലോ? പപ്പായ മുറിക്കാം, മാങ്ങ ചത്താം. പപ്പായ നമ്മൾ കട്ട് ചെയ്യാൻ പോണ്. കട്ട് ചെയ്ത് നമ്മൾ കഴിക്കാനുള്ള തൊലി എത്തണോ? നിങ്ങളെത്തമാര് നമ്മളേതായാലും ഇവിടെ ചെത്തില്ല. കഴുപ്പായി വരുന്നു. അതുകൊണ്ട് തോൽ ചെത്തിയ കഴിക്കാൻ പറ്റും. നമുക്ക് പിന്നെ അല്ലാതെ കഴിക്കാൻ
കട്ട് ചെയ്തിട്ട് അവരൊക്കെ ഭൂമിയുടെ അവകാശികളാണല്ലോ. അവരുടെ ശക്തികളിലൊക്കെ പറമ്പിലുള്ള കൃഷിനെ പറ്റി, പഴുതാറിനെ പറ്റി വരെ പറയാം. പഴുതാറിനെ പറ്റി പറയും, നിർണായനെ പറ്റി പറയും. അങ്ങനെ പിന്നെ ബേപ്പൂര് ആ പാശ്ചാത്തല മൂപ്പർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞൊരു തമാശയുണ്ട്, ഫെലോ നിങ്ങളെ ഷിപ്പ് ഒരു കൊടുത്തയച്ചത്, കാരണം നമ്മുടെ ബേപ്പൂരാണ് ഞാൻ താമസിക്കുന്നത്, നമ്മുടെ അടുക്കാൻ സൗകര്യം. എല്ലാത്തിനെയും ആ നർമ്മത്തിന് പൊതുങ്ങിയായിട്ടാണ് അദ്ദേഹം പറയാറുള്ളത്. ഇതിപ്പോ ഇവിടെ നിറയെ കരുവേപ്പിന്റെ തൈയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങേ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25-30 വീടുകളിലെല്ലാം ഞാൻ ഈ കരിവേപ്പില്ലാത്ത ഇടത്തേക്ക് കരിവേപ്പിന്റെ തൈ കൊടുക്കും. അത് പലർക്കും നമ്മളിവിടെ തൈ ഇട്ടതുണ്ട്, പിന്നെ പാക്ക് ഇതാക്കിയിട്ട് ചെറിയ കൊച്ചു പാത്രത്തിലാക്കിയിട്ട് വേര് പിടിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേരോട് കൂടിയിട്ടാണ്, മഴക്കാലത്ത് വേരോട് കൂടി കൊടുത്താൽ അതുണ്ടാവും. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു 100-150 വീടുകളിലെങ്കിലും എൻ്റെ കൈകൊണ്ട് കൊടുത്ത കരിവേപ്പ് കൊണ്ട് ഉച്ചക്കും രാത്രിയിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം എനിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു തൈ, ഹൗസ് വാമിങ്ങിന് പോവുകയാണെങ്കിലും അടിയന്തരത്തിന് പോവുകയാണെങ്കിലും മറ്റെന്തെങ്കിലും പോവുകയാണെങ്കിലും ചില സ്ഥാപനക്കാരൊക്കെ വന്നിട്ട് നമ്മളെ പഴയ പരിപാടിക്ക് കൊടുക്കും. ഞാൻ ആ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു വൃക്ഷത്തൈ ഉണ്ടാകും, അല്ലെങ്കിൽ പല വൃക്ഷത്തിൻ്റെ തൈ ഉണ്ടാകും. അത് അവിടെ കൊണ്ടുപോയിട്ട് അവരോട് നമ്മൾ കൂടിയിട്ട് കുഴിച്ചെടുത്തി. പല സ്ഥലത്തും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുന്ന സമയത്ത് ഇത് കാണുമ്പോൾ വലിയൊരു നിർവൃതിയാണ്. നമ്മൾ ഈ പുതിയ കാലം എന്നുള്ളതല്ല, കാലം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും നമുക്ക് പിന്നെ ഇവിടെ ഇപ്പം അണ്ണാനുണ്ട്, അതുപോലെ തന്നെ വലിയ വലാട്ടിക്കിളികളുണ്ട്, കുരുവികളുണ്ട്, മറ്റ് ജീവജാലങ്ങളുണ്ട്. പക്ഷികളൊക്കെ എമ്പാടും വരുന്നു. അതുപോലെ മാങ്ങ തിന്നുന്നു, ചക്ക തിന്നുന്നു, അതുപോലെ തന്നെ അടക്കാപ്പഴവും പിന്നെ പേരക്കയൊക്കെ കഴിക്കേണ്ടവർ. അപ്പം ഇങ്ങനെ ഇത്തരം പക്ഷികളും മൃഗങ്ങളും മനുഷ്യനൊക്കെ ഇങ്ങനെ ചേർന്ന് ഉള്ള ഒരു ജീവിതം, അതാണ് പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം. അപ്പോൾ ഇത് സത്യത്തിൽ ഇവ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ടായി പോകുമ്പോൾ നമ്മൾ പച്ചപ്പ് പോയാൽ വരൾച്ച നമ്മൾ അനുഭവിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളിതിനെ യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്? ശരി, നമ്മളിപ്പോൾ അനുദിനം നമ്മൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും പുരാതന കാലത്ത് മനുഷ്യൻ അനുഭവിച്ച സമാധാനം, എസ്പെഷ്യലി മനസ്സമാധാനം പലർക്കില്ല. നമ്മളൊക്കെ തരത്തിലും ബുദ്ധിമുട്ടിലും തന്നെ സ്പീഡിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സമാധാനത്തിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു വഴിയായിട്ട് ഇതിനെ പറ്റുന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ സുഖം മനസ്സുഖമാണ്. മനസ്സുഖം ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മനസ്സുഖം നമുക്കുണ്ടാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരുപാട് അവകാശികളുണ്ട്. അവരൊക്കെ പാടെ ഒന്നിച്ചു നിൽക്കുമ്പോഴേ നമ്മുടെ സമൂഹമാവുള്ളൂ, അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്കിപ്പോൾ വന്നിട്ടുള്ള ഒരു വലിയ ഒരു ധാരണ പിശകി സമൂഹം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്. അതല്ല ശരിക്കും സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തന്നെ കാടും തോടും പക്ഷിയും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉരജന്തുക്കളും പാമ്പും തേളും ഒക്കെ കൂടിയിട്ടുള്ളതല്ലേ സമൂഹം. അവരൊക്കെ ഇത് ഈ ഭൂമിയുടെ അവകാശികളല്ലേ. ഈ ഭൂമിയുടെ അവകാശികളെല്ലാം പാടെ കൂടി നിന്ന് എല്ലാവരും പാടെ എന്ന് മാത്രമല്ല, നമുക്ക് ഈ സൃഷ്ടികളുടെ ആഴത്തിലോട്ട് പോയി സൃഷ്ടികളുടെ പിന്നിലുള്ള രഹസ്യങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇവർക്കൊക്കെ ഓരോ ദൗത്യങ്ങൾ ലോകത്ത് നിർവഹിക്കാനുണ്ട്. അണ്ണാനുമുണ്ട്, മനുഷ്യനുമുണ്ട്, ഉമ്മക്കുമുണ്ട്, തോടിനുമുണ്ട്, കാടിനുമുണ്ട്, ഉറുമ്പിനുമുണ്ട്, പിന്നെ പക്ഷികൾക്കുമുണ്ട്, അതിൽ തന്നെ ചുണ്ടുള്ള പക്ഷികൾക്കുമുണ്ട്. അവരൊക്കെ നമ്മുടെ ഈ ലോകം പണിയുന്നവരാണ്. ഈ ലോകം പണിയുന്നവരെ സംരക്ഷിക്കുന്നതല്ലേ സാമൂഹ്യ പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയല്ലേ ശരിക്കും സാമൂഹ്യ സംഗമം.
ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മൾ ജീവിതത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് റിയൽ സമാധാനം, മനസമാധാനം, ശാന്തത നമുക്ക് കിട്ടുക. ശാന്തതയും മനസമാധാനവുമാണല്ലോ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മണ്ണിലേക്ക് തന്നെ പോവാണ്. നമ്മൾ മണ്ണിലേക്ക് പോകുന്നു. നമ്മളിപ്പോ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നാളെ നമുക്ക് സ്വർഗം കിട്ടണമെന്ന് പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അതിനു വേണ്ടിയിട്ട് ആരാധന ചെയ്യുന്നു. പക്ഷേ ഈ സ്വർഗത്തിന്റെ സങ്കല്പം എങ്ങനെയാണ്? പരിസ്ഥിതി പൂർണ്ണമായൊരു ലോകത്തുള്ള അവിടത്തേക്കല്ലേ നമ്മൾ പോണ്. അവിടെ അരുവികളുണ്ട്, അവിടെ കാടുകളുണ്ട്, അവിടെ പക്ഷികളുണ്ട്, അവിടെ തേനുണ്ട്, പാലുണ്ട്, തുടങ്ങിയ ഒരു പരിസ്ഥിതി പൂർണ്ണമായിട്ടൊരു ലോകത്തേക്കുള്ള ഒരു ഇടത്താവളമാണ്, അല്ലെങ്കിൽ ഒരു വഴിയമ്പലമാണ് നമുക്ക് ഈ ലോകം. അപ്പൊ ഈ ലോകത്ത് നിന്ന് നമ്മൾ മരം നടുന്നതിനെ പറ്റിയൊക്കെ മതങ്ങളിൽ, എല്ലാ മതങ്ങളിലും, ഇപ്പൊ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ അതിലൊക്കെ തന്നെ നമുക്ക് കാടിനെ കാണാം, കാട്ടിലുള്ള പലജാതി അനുഭവങ്ങളും നമുക്ക് വായിക്കാം. ഇസ്ലാമിക ജീവിതത്തിൽ തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ പോലും മരങ്ങൾ നശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. മരങ്ങൾ വെച്ച് പിടിക്കുന്നതിനെ പറ്റി നിങ്ങൾക്കറിയാലോ. അതിനെപ്പറ്റി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റി റസൂല് മുഹമ്മദ് നബി പറഞ്ഞതിന്റെ അവസാനം കൊണ്ടുവന്ന് പറയും, അതൊരു തണൽ വൃക്ഷമായിട്ട് മനുഷ്യനോ പക്ഷിയോ മൃഗങ്ങളോ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്കതിന്റെ പുണ്യം, നിങ്ങൾക്കതിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോൾ ഇത്ര വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. യുദ്ധത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പോകുന്ന സമയത്ത് മുതിർന്ന പൗരന്മാർ, കുട്ടികൾ, അതേ പ്രകാരം തന്നെ സ്ത്രീകൾ, ഇവരെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയുടെ രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന് മരങ്ങൾ നശിപ്പിക്കരുത്, ജലാശയങ്ങൾ നശിപ്പിക്കരുത്. പുതിയ കാലത്തെ വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പാണ് പ്രവാചകൻ ഇത് പറയുന്നത്, നിങ്ങൾ മരങ്ങൾ നശിപ്പിക്കരുത്. ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് അത് അനുസരിക്കുന്നില്ല ആൾക്കാർ. ഇതെന്ന് പറഞ്ഞു വെച്ച് അതുപോലെ ജലം, വാട്ടർ മാനേജ്മെന്റിനെ പറ്റി എത്ര മനോഹരമായിട്ടുള്ള സങ്കല്പമാണ് അത്. അപ്പൊ അതൊക്കെയാണ് അതിലേക്ക് നമ്മൾ തിരിച്ചു പോകാന്നുള്ളതാണ്. നമ്മളോട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പറ്റുന്ന രൂപത്തിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോ കാട്ടിൽ ഏതായാലും പച്ച പിടിച്ച ഈ ജീവിതം കൂടുതൽ പച്ചപ്പോടെ സഞ്ചരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രത്യേകിക്കാം. സന്തോഷം. ഈ യാത്ര തുടരട്ടെ. താങ്ക് യു.